അപ്പോൾ 1 ലക്ഷം രൂപ മുതൽ വാഗനർ സ്റ്റോക്ക് ഉണ്ട്. അതും പഴയ മോഡലും പുതിയ മോഡലും ഒക്കെ നമ്മുടെ അവൈലബിൾ ആണല്ലേ. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ചെറിയ EMI നമുക്ക് മാസം വരുള്ളൂ. അപ്പോൾ മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട, നമുക്ക് വാഹനത്തിൽ കാറിൽ തന്നെ AC ഒക്കെ ഇട്ട് യാത്ര ചെയ്യാം. ഇനി ഇത് അതർ ബ്രാൻഡ് അല്ലേ, വാറണ്ടി ഉണ്ടാവോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. 1 വർഷം എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വില നമ്മുടെ അവൈലബിൾ ആണ്. വില മാത്രമല്ല സ്വിഫ്റ്റും വരുന്നുണ്ടല്ലേ, ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം വരുന്നു. ഹലോ ജിനേട്ടാ, നമസ്കാരം. നമസ്കാരം. നിങ്ങൾക്ക് ഈ മലപ്പുറംകാരോട് മാത്രം ഇത്ര സ്നേഹം എന്നൊക്കെ മനസ്സിലാവാത്തത്? നമുക്ക് എല്ലാ ജില്ലക്കാരോടും സ്നേഹമുണ്ട്, അത് ശരിയാണ്. പക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇപ്പൊ കൊടുക്കുന്നത് ഒരു കില്ലർ ഓഫറും അതിന് പുറമെ സമ്മാന കൂപ്പൺ. അത് ഏതൊക്കെ ദിവസങ്ങളിലാ? ആഗസ്റ്റ് 13 മുതൽ 16 വരെയുള്ള തീയതികളിൽ ഇവിടെ വന്ന ഒരു കാർ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്കായി ഒരു സമ്മാനം ഷുവറായും കാത്തിരിപ്പുണ്ട്. ഇതിപ്പോ ഒരത്തി കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അതല്ല, ഗൂഗിൾ പേയിൽ കാണാൻ പോലെ ബെറ്റർ എയർ ഇൻഫ്ലേറ്റർ മുതൽ ഗോൾഡ് കോയിൻ വരെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കാറ് വാങ്ങുന്നവർ പോയിട്ട് ഓണ സമ്മാനമായിട്ട് ഗോൾഡ് കോയിൻ, TV, എയർ ഇൻഫ്ലേറ്റർ, അയൺ ബോക്സ് എന്നിങ്ങനെയുള്ള ഒട്ടനവധി സമ്മാനങ്ങളാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു സമ്മാനം ഉറപ്പാണ്. ഒരു സമ്മാനം ഷുവറായിട്ട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് മാസം 13, 14, 15, 16 വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഇത്രയും അധികം വാഹനങ്ങൾ സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ മോട്ടോഴ്സ് ഈ ഒരു ട്രൂവൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിനും അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത സൺഡേ അടക്കം നമ്മൾ ഈ മേള ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്കിപ്പോൾ മേളയിൽ എത്ര ലക്ഷം രൂപ മുതലേ ബഡ്ജറ്റ് വരുന്നത്? ബിലോ 1 lakh മുതൽ 20 ലക്ഷം വരേക്കുള്ള റേഞ്ചിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത്. എല്ലാ കമ്പനികളുടെ വാഹനങ്ങളുണ്ട്, അത് എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളെ വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ലക്ഷത്തിന്റെ ഓൾട്ടോ മുതൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ എത്ര കാലമായി പറയുന്നു. 1 ലക്ഷത്തിന്റെ ആൾട്ടോ, 1 ലക്ഷത്തിന്റെ വാഗണർ മുതൽ. ഓക്കെ. ഇതിനുവേണ്ട നല്ല മഴ വരുന്നുണ്ട്. ഈ മഴക്കാലത്ത് ആളുകളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ 2 വീലർ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് 2 വീലറിൽ നിന്ന് കാറിലേക്ക് മാറണം. ആ ടൈപ്പ് വണ്ടികളുണ്ടോ? ഇതല്ലേ കിടക്കുന്നത്? ആ ടൈപ്പ് വണ്ടികളാണ് ഇതൊക്കെ അല്ലേ? ആൾട്ടോ LX മുതൽ ആൾട്ടോ കേട്ടറിന്റെ എക്സ്പ്രസോ വരെ അതാ നീണ്ടു കിടക്കുകയാണ്. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ചെറിയ EMI നമുക്ക് മാസം വരുള്ളൂ. അപ്പൊ മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട, നമുക്ക് വാഹനത്തിൽ കാറിൽ തന്നെ AC ഒക്കെ ഇട്ട് യാത്ര ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ SUV സെഗ്മെന്റ് വാഹനങ്ങൾ ഇഷ്ടം പോലെ. ഈ ലെയിൻ മൊത്തം നമുക്ക് SUV സെഗ്മെന്റ് ആണല്ലേ. ഇത് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി ആകുമ്പോൾ കുറച്ചധികം കിലോമീറ്റർ ഓടി ഉണ്ടാവില്ലേ? അതാണോ എന്റെ വിഷമം? ഇത് വെറും 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയോ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്താണ് പർച്ചേസ് ചെയ്യുന്നത് എല്ലാം. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലാതെ എ മോട്ടോഴ്സ് ട്രൂവൽ ഷോറൂം ആണ്. ഒരുപാട് ചെക്കിംഗ് കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളാണ്. കിലോമീറ്റർ ഒക്കെ പറയുന്നത് ജെനുവിൻ ആയിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വാഹനങ്ങൾ പെട്രോൾ ഡീസലൊക്കെ എല്ലാ സെഗ്മെന്റിലും ഉണ്ട്. പിന്നെ മാരുതിയുടെ നെക്സയിലൂടെ ഇറങ്ങുന്ന പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള ബലേനോ ഓൾഡ് ഫേസിൽ ഇഷ്ടം പോലെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഓൾഡ് ഫേസും ഉണ്ട്, ന്യൂ ഫേസും ഉണ്ട് അല്ലേ? നമുക്ക് ഡീസലാണ് കിട്ടാൻ പണി. ഡീസൽ ഉണ്ടോ? ഇതിന്റെ വിഷമം ഞാനിപ്പോ അങ്ങനെ തീർത്ത് തരട്ടെ. നമ്മൾ ഈ നിൽക്കുന്ന വണ്ടിയില്ലേ, ഇത് ഡീസലാണോ? ഇത് ഡീസലാണോ? അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ, ഡീസൽ വേണ്ടവർക്ക് ഡീസൽ. ആകെ ഡീസൽ കുറച്ചല്ലേ ഇറങ്ങിയിട്ടുള്ളൂ? വളരെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ. അതായത് ഒരുപാട് എൻക്വയറി വരാറുണ്ട്, പക്ഷെ നമുക്ക് അത്രയും വാഹനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ അതും നമ്മൾ ഈ ഓണത്തിന് പരിഹരിച്ചു. അപ്പൊ എത്ര ബഡ്ജറ്റ് എത്ര വരും? ഒരു 7, 6ന്റെയും താഴെ ഡീസൽ. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വാഹനത്തിന് പോലും മാന്യമായ വിലയാണ് ഇവർ ചോദിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഓണം ഫെസ്റ്റ് അല്ല, റയർ കളക്ഷന്റെ ഫെസ്റ്റ് ആണല്ലേ. ഞാനത് എടുത്ത് പറയാൻ നിൽക്കുകയാണ്. ഇനി നീ പല സ്ഥലത്തും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എസ്ക്രോസ് ഡീസൽ നീ എത്ര സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്? എസ്ക്രോസ് ഡീസൽ നല്ല എസ്ക്രോസ് തന്നെ നമുക്ക് കിട്ടാനില്ല. അന്നോടത്താണ് ഇവിടെ ഡീസൽ കിടക്കണത് അല്ലേ? ഡീസൽ മാത്രമല്ലേ, ഇതൊരു ആൽഫയും കൂടി ആണെങ്കിലോ? ആൽഫ ടോപ്പ് എൻഡ്. ഓക്കെ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ റയർ കളക്ഷൻ ഒരുപാടാണ് ഈ മേളയിൽ ഇറക്കിയിട്ടുള്ളത്. ഒരുപാട് അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു മേള. അപ്പൊ നമുക്കിപ്പോ ഇതിനൊക്കെ എത്രയാണ് പ്രൈസ് ഞങ്ങളൊക്കെ വരുന്നത്? നിന്റെ എക്സ്പെക്ടേഷൻ പറയാം. ഇതിന്റെ മോഡൽ പറഞ്ഞ എക്സ്പെക്ടേഷൻ പറയാം. അതായത് നമ്മളെ ഡീസൽ വണ്ടികൾ 2019 നിർത്തിയിട്ടുള്ളത്. ആ ലാസ്റ്റ് ബാച്ച് 2019 ആൽഫ ഡീസൽ എസ്ക്രോസ് 2019 ആൽഫ. അതായത് ടോപ്പ് എൻഡ് ആണ്. അപ്പൊ നമുക്കൊരു കിട്ടാനുമില്ല. ഡീസൽ വാഹനമായതുകൊണ്ട് നമുക്കൊരു 11 ലക്ഷം. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 8 ലക്ഷത്തിനും താഴെ നമ്മൾ കൊടുക്കും. 8 ലക്ഷത്തിനും താഴെ. അപ്പൊ എന്തായാലും ഈ ഒരു മേളയിൽ വരിക. നിങ്ങൾ വേഗം വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ചത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് ആദ്യ ദിവസങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു കളക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബുക്കിംഗ് ആയി പോകില്ലേ? നമ്മളത് ഒരുപാട് ഇതിൽ പറഞ്ഞൊരു സംഗതിയാണ്. നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് ഡേയ്സിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നമ്മൾ ഈ ആഗസ്റ്റ് 15 അതുപോലെ സൺഡേ എല്ലാം ഈ മേളയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആർക്കെങ്കിലും നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ഡേയ്സിൽ എത്തിപ്പെടാൻ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ഏറ്റവും വില കുറവുള്ള വണ്ടികൾ, ഏറ്റവും കിലോമീറ്റർ കുറവുള്ള വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ ആ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകും.
പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോറി എന്ന് പറയേണ്ടി വരും. അപ്പൊ എന്തായാലും ആ ദിവസങ്ങൾ തന്നെ വരും കേട്ടോ. ട്രൂ വാല്യൂ ഷോറൂമുകൾ നടത്തുന്ന മേള എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ശരിക്കും കൂടുതലും മാരുതി വാഹനങ്ങളാണെന്നാ. പക്ഷെ നമ്മുടെ അടുത്തുള്ള എന്താണ് ഇതുപോലെ കിടക്കണ റയർ കളക്ഷൻ, റയർ മേള. ഇനി ഇത് അതർ ബ്രാൻഡ് അല്ലേ, വാറണ്ടി ഉണ്ടാവോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. 1 വർഷം എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പേടിക്കാതെ യൂസ്ഡ് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമ്മുടെ മലപ്പുറത്തുള്ള മോട്ടോഴ്സിലെ. അപ്പൊ എന്തായാലും വരാൻ പറ്റുന്നവർ വരെ. ഇതുപോലുള്ള ഇത് മോഡൽ വരുന്നത് ഇത് 2017 17 മോഡൽ. പെട്രോൾ ഡീസൽ. ഇതും അത്യാവശ്യം നല്ല ആളുകൾ തരുന്നതാണല്ലോ അല്ലെ, നല്ല പോലെ എൻക്വയറി ഉള്ള വാഹനമാണ്. അപ്പൊ ഇത് 2024 മോഡൽ മഹേന്ദ്രയുടെ താറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മേളയിൽ പങ്കെടുത്തോ. ഞായറാഴ്ച ദിവസം വന്ന് ചിലപ്പോൾ കിട്ടി കാറുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നരിമാർക്ക് അങ്ങനെ തന്നെ പേര്, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അല്ലെ. പിന്നെന്താ, നമ്മൾ 2 മാസം മുന്നേ ഇന്നോവകൾ മാത്രം നിർത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്ക്ലൂസീവ് ഇന്നോവ ക്രിസ്റ്റകള്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്ന് എനിക്ക് തന്നെ ഒരുപാട് എൻക്വയറി വന്നത് ഓട്ടോമാറ്റിക് ഉണ്ടെന്ന് വെച്ചിട്ടാ. അന്ന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നോ? അന്ന് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ചങ്ങ് തളർത്തി. ഓട്ടോമാറ്റിക് ഇതാ നിങ്ങളെ തളർത്താൻ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇവർ ഓട്ടോമാറ്റിക് വേണോ? ഓട്ടോമാറ്റിക്. മാനുവൽ വേണോ? മാനുവൽ. നിങ്ങൾക്ക് ഇവിടെ റെഡിയാണ്. റെഡി സ്റ്റോക്കാണ്. ഈ ഓണത്തിന് ഇനിയിപ്പോൾ ഇന്നോവ ഇല്ലാതെ ആരും വിഷമിക്കേണ്ട. അത് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മൾ മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന സാധാരണഗതിയിലുള്ള വാഹനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ കുറച്ച് പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് മേളയിൽ വന്ന വല്ല ഗുണമുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നെക്സലിലൂടെ ഇറങ്ങുന്ന വാഹനങ്ങൾ. ഒരു ഗ്രാൻഡ് വിറ്റാർ കിട്ടിയാൽ മതിയാവോ? ഗ്രാൻഡ് വിറ്റാർ ഓക്കെ. ഫ്രോൺസ്, ഡെൽറ്റ പ്ലസ് അങ്ങനെയുള്ള ആ ടൈപ്പ് വാഹനങ്ങൾ ഉണ്ടോ ചോദിക്കുന്നത്. പൊന്നോ, ഇതല്ലേ കിടക്കുന്നത്. പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണല്ലേ. അത് ഗ്രാൻഡ് വിറ്റാർ ഏതാ മോഡൽ വരുന്നത്? 2022 മോഡല് ഫുൾ ഹൈബ്രിഡ് ആൽഫയാണ്. ആൽഫ ഗ്രാൻഡ് വിറ്റാര മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന വാഹനം. പിന്നെ ഫ്രോൺസിലോട്ട് വരുമ്പോഴോ ഇത് ഡെൽറ്റ പ്ലസ് 2024 മോഡൽ സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ ആ ടൈപ്പ് വാഹനങ്ങളുണ്ട്. എല്ലാ തരം സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്കും ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ലൊക്കേഷൻ ഏതാ? ട്രൂ വാല്യൂ കോടമ്പാറ, എ മോട്ടോഴ്സ്.